ഇന്ന് ടർഫുകളിൽ മേടിച്ച ബാറ്റ് കൊണ്ടും മേടിച്ച ബോൾ കൊണ്ടും അവിടെ ഉള്ള ആ സ്റ്റംപ് കൊണ്ടുമൊക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രിക്കറ്റ് കളികളായിരുന്നു പണ്ട് ഈ 70 കിഡ്സും 80 കിഡ്സും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ റബ്ബർ തോട്ടത്തിലാണ് കളി നടക്കുന്നത്. അന്ന് ഈ സ്റ്റംപ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വട്ടക്കമ്പ്. അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലായിരിക്കും പറയുന്നതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഈ തടി തീരെ വണ്ണം ഉണ്ടായിരിക്കത്തില്ല, ഉണ്ടായി വരുന്ന സമയത്ത് നല്ല റൗണ്ടും ആയിരിക്കും. അതിൻ്റെ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ നല്ല വെള്ള കളറിലിരിക്കും, പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഇതാണ് ഈ വട്ടക്കമ്പ് കൊണ്ടായിരുന്നു നമ്മൾ സ്റ്റമ്പുകൾ ഉണ്ടാക്കിയിരുന്നത്. സ്റ്റമ്പിൻ്റെ അതേ വലിപ്പത്തിലുള്ള വട്ടക്കമ്പുകൾ നമുക്ക് വളരെ സുലഭമായിരുന്നു അന്ന് പറമ്പുകളിലൊക്കെ. പക്ഷേ ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ പറമ്പുകളിൽ വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ. അപ്പം അതങ്ങനെ കാണുന്നില്ല. പണ്ട് നമ്മൾ ഈ വഴിയിലൂടെ മീൻ വരുന്ന സമയത്ത്, മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ വട്ടയിലിൽ പൊതിഞ്ഞിട്ടായിരുന്നു ആ മീൻ തന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു ക്രിക്കറ്റ് കളികൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയായിരുന്നു ഈ കുത്തുകല്ലെന്ന് പറയും, കല്ല് കുത്തി കളിക്കുന്നത്. അത് 5 കല്ലുകളുണ്ടായിരിക്കും. അതിങ്ങനെ നിരത്തിയിട്ടിട്ട് ഒറ്റ, ഇരട്ട, മുറ്റ്, നച്ച്, വെച്ചെടുപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൈയുടെ വിരലുകൾക്ക് ഫൈൻ മോട്ടോഴ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള എക്സർസൈസുള്ള ഒരു കളിയായിരുന്നു. പക്ഷേ അത് വീട്ടിൽ വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ലായിരുന്നു. അത് കളിച്ചാൽ കടം കയറുമെന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കുമായിരുന്നു. അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. പിന്നെ ഈർക്കിലി കളി, അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. ഈർക്കിലി ഇട്ടിട്ട് ഒരു വലിയൊരു തള്ളക്കോലും കാണും, ചെറിയ കുറേ കോലുകളും കാണും. അതിങ്ങനെ വിടർത്തിയിട്ടിട്ട് ചെറിയൊരു കോലെടുത്തിട്ട് ബാക്കിയുള്ള അതപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ പിണഞ്ഞ് കിടക്കും. അപ്പോൾ അത് അനങ്ങാതെ, ബാക്കിയുള്ളത് അനങ്ങാതെ ഓരോ കോലായിട്ട് ഇങ്ങനെ തോണ്ടി എടുക്കണം. വളരെ സൂക്ഷ്മത വേണ്ട, വളരെ ശ്രദ്ധ വേണ്ട ഒരു കളിയായിരുന്നത്. അപ്പോൾ ഈ കളികളൊക്കെ ആയിരുന്നു അന്നത്തെ കുട്ടികൾ ഈ ടി വിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇന്നത്തെ ഇൻ്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തതിരുന്ന സമയത്ത് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കളികളൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എത്ര മനോഹരമായിരുന്നു ആ കാലം. അല്ല, ഇതൊക്കെ കളിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.